നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറിലുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്ന് റീഡിംഗ് കാണാം. ടു ഓഫ് വാൺസ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ അവരൊരു കൺഫ്യൂഷനിലാണ്, റിലേഷൻ വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ അവർക്കുണ്ട്. കാരണം അവരൊരു സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു കൺഫ്യൂഷൻ വരുന്നത് എപ്പോഴാണ്, അവർക്കൊരു ഡൗട്ട് ഫീൽ ചെയ്യുമ്പോഴാണ്. സത്യത്തിൽ നിങ്ങളെ അവർ ഡൗട്ട്ഫുള്ളി ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഈ റിലേഷനിൽ അവർക്കൊരു ഡൗട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് കാരണമില്ലാതെ വഴക്കുണ്ടാക്കിയിട്ടൊക്കെ മാറി നിൽക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല എന്താ ഇവരിങ്ങനെ ഒരു റീസണും ഇല്ലാതെ ചില സമയത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, ചില സമയത്ത് നിങ്ങളോട് ഇങ്ങനെ വഴക്കിടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം കേട്ടോ. ഫോർ ഓഫ് കപ്സ് എനർജിയാണ്. മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർ സന്തോഷത്തോടെയല്ല നിൽക്കുന്നത്. അവരുടെ ചുറ്റിന് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അതിലൊന്നും സന്തോഷം കണ്ടെത്താൻ പറ്റാണ്ട് വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഒരു സത്യം പറഞ്ഞാൽ നിങ്ങളെ ഡൗട്ട്ഫുള്ളി ആണ് അവർ കാണുന്നത്. നിങ്ങൾക്ക് റിലേഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അവരോടുള്ള സ്നേഹം ട്രൂത്ത്ഫുൾ ആയിട്ടാണോ എന്നുള്ള ചിന്തയായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട്ഫുള്ളി പല കാര്യങ്ങളിലും അങ്ങനെ ഒരു ഡൗട്ട് അവർക്കുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കാരണം അവർ പലപ്പോഴും ഓവർ തിങ്കിങ് ആണ്, എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചിന്തയ്ക്ക് അങ്ങനെ ഓരോന്ന് ചിന്തിക്കുമ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത്. അങ്ങനെ അവർ മാറി നിൽക്കുന്നു, വീണ്ടും റിലേഷനിലോട്ട് വരുന്നു, ചില സമയത്ത് നിങ്ങളോട് വഴക്കിടുന്നു, അങ്ങനെ വഴക്കിട്ട് മാറി നിൽക്കുന്നു. അപ്പോൾ സത്യത്തിൽ ചില സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇവരിങ്ങനെ, എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല കേട്ടോ. ഫൈവ് ഓഫ് സോഡ്സ് എനർജിയാണ്. തല പെരുത്തിയിരിക്കുകയാണ് കേട്ടോ. അത്രയും ഒരു എന്താ പറയുക, ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക, ഒരുപാട് നെഗറ്റിവിറ്റി അവരുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിലേഷനെ കുറിച്ച് ഇത് കണ്ടോ, ഈ കാക്ക ഇയാളുടെ തലമുടി കുത്തിപ്പറിച്ചുകൊണ്ടിരിക്കുക. കാരണം അത്രയും ഇവർക്ക് നെഗറ്റീവ് തിങ്കിങ് ആണ് അവരുടെ മനസ്സിലുള്ളത്, അത്രയും അവർ ടെൻഷൻ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളോട് കാണിക്കുന്നത് ദേഷ്യത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇവർക്ക് ഈ ടെൻഷൻ ഉള്ളതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇവരിങ്ങനെ ഒരുപാട് ഡൗട്ട്ഫുള്ളി ആണ് നിൽക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇവർ ഈ ദേഷ്യം കാണിക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് അറിയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് നിങ്ങളോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്, ഇവർക്ക് വേറെ റിലേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ മടുത്ത് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളോട് ഇഷ്ടമില്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു കാരണവുമില്ലാതെ ഓരോരോ ഇഷ്യൂസ് ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കേട്ടോ. ദ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ള ഡൗട്ട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്, നിങ്ങൾക്കുണ്ട്, അത് രണ്ടുപേർക്കും ഉണ്ട്. നിങ്ങൾക്ക് ഇവർ വെറുതെ കാരണം ഇല്ലാതെ ചീത്ത പറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വഴക്ക് പറയുന്നത് കൊണ്ട്, അതുപോലെ അവർക്കാണെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അങ്ങനെ ഡൗട്ട് തോന്നുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, നിങ്ങൾ അവരെക്കാൾ ഒരു കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു പേഴ്സൺ ആണ് എന്നുള്ള ചിന്തയൊക്കെ നമുക്ക് നമ്മളിൽ ഒരു ആത്മവിശ്വാസം ഇല്ലാണ്ടാവുമ്പോഴാണല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നൊക്കെ തോന്നാം. പക്ഷേ നിങ്ങൾക്കാണെങ്കിൽ ഇവർ നിങ്ങൾക്കൊരു പ്രാധാന്യം തരുന്നില്ല, എപ്പോഴും നിങ്ങളോട് വഴക്കിടുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. ഓക്കെ,
നയൻ ഓഫ് വാൺസ് എനർജിയാണ്, കൺഫ്യൂഷൻ ആണ് കണ്ടോ. കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ്, എന്ത് ചെയ്യണം, എന്ത് ഡിസിഷൻ എടുക്കണം. ഒരു പേടിയുണ്ട് ഈ റിലേഷനിലോട്ട് വന്നാൽ ഇവരൊരു രണ്ടാമതാവോ, അതായത് ഒരു സെക്കൻഡ് രണ്ടാം സ്ഥാനത്താണോ ഇവരുടെ ഒരു പൊസിഷൻ ഉള്ളത് എന്നുള്ള ഡൗട്ട് ഇവർക്കുണ്ട്. അങ്ങനെ ഒരു ഡൗട്ട്ഫുള്ളി ഈ റിലേഷനെ നോക്കി കാണുവാണ് ഇവർ കണ്ടോ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാതെ രഹസ്യമായി മനസ്സിലാക്കിക്കൊണ്ടൊക്കെയാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈവ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയാണ്. ഇവർക്ക് തോന്നുന്നത് ഈ റിലേഷൻ കുറച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകും തോറും നിങ്ങൾ ഇവരെ അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകും. അപ്പോൾ ഇവരെ ഒറ്റയ്ക്കായി പോകും എന്നുള്ളൊരു ചിന്ത ഇവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. സിക്സ് ഓഫ് വാൺസ് എനർജിയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. ഇവർക്ക് നിങ്ങളോട് അത്രയും സ്നേഹമുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്നുള്ള ചിന്ത അവർക്ക് സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷെ അവർ കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവർക്ക് എന്നെ വേണ്ട, ഇവർ അവോയ്ഡ് ചെയ്യാണ്, ഇവർ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, എന്നിട്ട് എന്നെ ഈ റിലേഷനിൽ നിന്നും അതായത് ഞാനായിട്ട് ഒഴിഞ്ഞു പോട്ടെ എന്നുള്ള രീതിയിലാണ് ഇവരെന്നോട് പെരുമാറുന്നത് എന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല, ഇവർക്ക് സത്യത്തിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ വേണമെന്നുണ്ട്. എന്നാൽ നിങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ള പേടിയും നിങ്ങൾ അവരെക്കാൾ എന്തോ കുറച്ച് ഒരു ഉയർന്ന ലെവലിലുള്ള ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി സൗന്ദര്യമുള്ള ഒരാളാണ് എന്നുള്ളൊക്കെ ചിന്ത കൊണ്ട് ഇവർക്ക് നിങ്ങളുടെ ലൈഫിൽ മറ്റൊരു പേഴ്സൺ ഉണ്ടായിരിക്കാം, നിങ്ങൾ അവരുടെ ലൈഫിലൊരു ഈ പേഴ്സൺ ഒരു സെക്കൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു അവരുടെ പൊസിഷൻ ഒരു രണ്ടാമതാണ് എന്നുള്ളൊരു ചിന്ത ഇവർക്കുള്ളത് കൊണ്ടാണ് ഇവരിങ്ങനെ നിങ്ങളോട് പെരുമാറുന്നത് എന്നാണ് കാണിക്കുന്നത്. ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. ലവേഴ്സ് കാർഡാണ് ഇവിടെ. ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണെന്ന് വെച്ചാൽ അത്രയും ഡീപ്ലി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണലി മെൻ്റലി എല്ലാ രീതിയിലും പരസ്പരം അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇവർക്കൊരു ഡൗട്ട് വരുമ്പോഴാണ് ഇവരിൽ നിന്നും ഒരു അകൽച്ച വെക്കുന്നതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ, ലെസ് കോണ്ടാക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഇതിൽ ഒരുപാട് ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. അവർ നിങ്ങളോടുള്ള സ്നേഹം കൂടുതൽ ഉള്ള ആളുകളാണ്, അവർ തിരിച്ച് വന്നോളും. ഓക്കെ, അൺസാറ്റിസ്ഫൈഡ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ആളോട് പെരുമാറുന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഈ റിലേഷനിൽ നിങ്ങൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയിലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് അവർക്കിവിടെ അവർ രണ്ടാമതാണോ, അല്ലെങ്കിൽ അവർ ഈ റിലേഷനിൽ വാല്യുബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ല എന്നുള്ളൊക്കെ ഒരു ചിന്ത അവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. റണ്ണർ എനർജിയിലാണ്. ചില സമയത്ത് അവർ ഓടി ഒളിക്കുകയാണ്, ഈ റിലേഷനിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് വേണമെന്ന് വെച്ചിട്ട് ഒളിക്കുന്നതല്ല, അവർക്ക് അങ്ങനെ തോന്നുകയാണ് അവർ ഈ റിലേഷനിൽ നിൽക്കുന്നത് വെറുതെയാണെന്നുള്ള ചിന്ത കൊണ്ട് അവരങ്ങനെ മാറി നിൽക്കുവാണ് കേട്ടോ. ഇൻഡിസിസീവ് എന്നാണ് കാണിക്കുന്നത്. അവർക്കറിയാം അവർ ഈ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളെ പെയിൻഫുൾ ആക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ അവർക്കറിയാം. പക്ഷേ അവരങ്ങനെ അറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഹോൾഡിംഗ് ബാക്ക് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ആ സ്നേഹം മുഴുവൻ അവർ നിങ്ങളോട് പലപ്പോഴും എക്സ്പ്രസ് ചെയ്യാതെ അവർ മറച്ചു പിടിക്കുകയാണ് അവരുടെ സ്നേഹം. അത്രയും കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്, അതായത് അവരുടെ ഇമോഷൻസ് അവർ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണെന്നാണ് കാണിക്കുന്നത്. അത് അങ്ങനെ ഹോൾഡിംഗ് ബാക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അവർക്ക് അത്രയും വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ള അവരുടെ ചിന്ത. അവർ ഒരു ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അവർക്ക് അതങ്ങനെ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്.
സെൽഫ് ലവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ കുറച്ച് സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങൾ ഓക്കെ ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഇവരിങ്ങനെ മാറി നിൽക്കുന്നത് നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഇവരുടെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ ഫീൽ ചെയ്യുക. ഇവർ സ്നേഹിക്കുന്നില്ല, ഇവർക്ക് ശരിക്കും യഥാർത്ഥത്തിൽ സ്നേഹമില്ല എന്നാണല്ലോ തോന്നുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു സെൽഫ് ലവ് ചെയ്ത് മാറി നിൽക്കുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത്. മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിൻ്റെ. വെയിറ്റ് എന്നാണ് പറയുന്നത്. ഈ റിലേഷനിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ പേഴ്സൺ എന്തായാലും തിരിച്ചു വരും. തിരിച്ചു വന്ന് നിങ്ങൾ ഇല്ലാണ്ടാവുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റില്ല കേട്ടോ. നോട്ട് ദ റൈറ്റ് ടൈം എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷനിലൊരു തീരുമാനം, അതായത് ഈ റിലേഷൻ എൻഡ് ആക്കാം, അങ്ങനെയുള്ളൊരു ഉറച്ച തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം അല്ല ഇത് എന്നാണ് കാണിക്കുന്നത്. റൊമാൻസ് എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും ഡീപ്ലി കണക്റ്റഡ് ചെയ്ത റൊമാൻസ് എന്ന് കാണിക്കുന്നുണ്ട്. രണ്ടുപേരും ഡീപ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷനാണിത്. പക്ഷേ നിങ്ങൾ ഇവിടെ കുറച്ചുകൂടി, അതായത് നിങ്ങളുടെ പേഴ്സൺ കുറച്ചുകൂടി ഇവിടെ പല കാര്യങ്ങളും ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ആ ഡൗട്ട് ക്ലിയർ ആവേണ്ടതുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിലൊന്നും യാതൊരു ഇഷ്യൂസ് ഇവിടെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. പൂരാടം 1985, ലെറ്റർ എസ്, ലെറ്റർ സി, ലെറ്റർ ടി, ആയില്യം, ചിത്തിര, മെയ്, അനീഴം, ഭരണി, തിരുവാതിര, ലെറ്റർ എഫ്, ലെറ്റർ വി, 1998, പൂയം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.